ഞാനതൊരു ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടിട്ടാണ് പാരിപ്പള്ളിയിലുള്ള പുലിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് സജി അച്ഛന്റെ വീട്ടിലോട്ടാണ് ഞാൻ പോകുന്നത്. അച്ഛനെ നോക്കാൻ അങ്ങനെ ആരുമില്ല കേട്ടോ. അപ്പം ആ അച്ഛന്റെ വീട്ടിന്റെ അവസ്ഥകളും കാഴ്ചകളും നമുക്ക് നേരെ തന്നെ കാണാം. ഇതാണ് ഈ സജികുമാർ അച്ഛന്റെ വീട്ടിന്റെ അവസ്ഥ. ഈ വീട്ടിലാണ് ഈ സജികുമാർ അച്ഛൻ കിടക്കുന്നത്. ഒറ്റയ്ക്കാണ് ഈ വീട്ടിൻ്റെ അകത്ത് കിടക്കുന്നത് അച്ഛൻ. അപ്പോൾ അച്ഛൻ അങ്ങനെ ആരും നോക്കുക അങ്ങനെ ആരുമില്ല കേട്ടോ. ഈ വീട്ടിന്റെ അവസ്ഥ ഉണ്ടല്ലോ, ഒരു കറണ്ട് പോലും ഇല്ല. അച്ഛൻ 18 വർഷത്തോളം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പൊ ആരും നോക്കാനില്ല. അപ്പൊ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ആരും ഇല്ലാതെ കിടക്കുന്നവരെ ഇതുപോലെ കുളിപ്പിക്കാനോ ഓരോ മലമൂത്ര വിസർജനം ചെയ്ത് കിടക്കുകയാണെങ്കിൽ ഞാൻ പോയി ക്ലീൻ ആക്കുന്ന ജോലിയാണ് കേട്ടോ. ഇതാണ് സജികുമാർ അച്ഛൻ. അച്ഛന്റെ അവസ്ഥ എന്താ? ഭക്ഷണം പോലും ഇല്ലാതെ ശരീരം നോക്കിക്കൊള്ളേ അസ്ഥി കൂടമായി. ആരും നോക്കാൻ അങ്ങനെ ഇല്ലാത്തൊരവസ്ഥയാണ്. എന്നെ കൊണ്ട് പറ്റുന്നത് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാനേ പറ്റും. സാമ്പത്തികമായിട്ടുള്ള ഒരു ഇതില്ല. ആരുമില്ലാതെ കിടക്കുന്ന അച്ഛനമ്മമാരുള്ള വീട്ടിലാണ് ഞാൻ ഇതുപോലെ പോയി ഡ്രസ് ചെയ്ത് കൊടുക്കുന്നത്. പൈസ ഉള്ളവരാണെങ്കിൽ എനിക്ക് ചെറിയ രീതിയിലൊരു ശമ്പളം തന്നാൽ വളരെ ഉപകാരം. ഒരു നിവൃത്തി ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ ബസ്സൂലിക്കുള്ള പൈസ ഉണ്ടെങ്കിൽ ഞാൻ വന്ന് അവർക്ക് മലമൂത്ര വിസർജന കിടക്കയിൽ തന്നെ ആവുകയാണെങ്കിൽ ഞാൻ വന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതും എനിക്ക് ബസ്സൂലിക്ക് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും എത്ര ദൂരമായാലും ഞാൻ വന്ന് ചെയ്യുന്നതായിരിക്കും. കൊച്ചോ, ടാറ്റ. വരാം, ഞാൻ ആഴ്ച തോറും വരാം കേട്ടാ.